നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ലോകപ്രശസ്തമായ ആറാട്ടുപുഴ പൂരം കഴിഞ്ഞു. പൂരം കഴിഞ്ഞപ്പോൾ പൂരത്തെക്കുറിച്ച് അല്ലെങ്കിൽ പൂരം നടത്തിപ്പിനെക്കുറിച്ച് രണ്ടു വാക്ക് പറയണമെന്ന് തോന്നി. ചടങ്ങുകളിൽ ഒരു മാറ്റമില്ലാതെ ഇത്രയും വർഷമായി പൂരം നടത്തുന്ന പൂരസംഘാടകർക്ക് അല്ലെങ്കിൽ ആറാട്ടുപുഴ ദേവസ്വത്തിന്, കൊച്ചിൻ ദേവസ്വം ബോർഡിന് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇത്രയും വർഷമായിട്ടും പൂരത്തിൻ്റെ ഒരു ചടങ്ങുകൾ പോലും മാറ്റമില്ലാതെ പൂരം നടത്തുന്നത് അത്യപൂർവങ്ങളിൽ അപൂർവമാണ്. അതിനെ ദേവസ്വത്തെയും നാട്ടുകാരെയും അഭിനന്ദിച്ചേ പറ്റൂ. തൃപ്രയാർ തേവരെത്തിയോ എന്ന് നോക്കാൻ പോകുന്ന ആറാട്ടുപുഴ ശാസ്താവും തൊട്ടിൽപ്പാൾ ഭഗവതിയും ഊരകത്തമ്പുതിരിയുടെയും കൂടി പൂരം നടത്തിപ്പിനെ കുറിച്ചുള്ള ചർച്ച, അല്ലെങ്കിൽ അവർ ഒരു സംഗമിച്ച് മേളത്തോടു കൂടി അതിനെ ആറാട്ടുപുഴ പൂരം എങ്ങനെ നടത്തുന്നു എന്ന ചർച്ചയാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതെല്ലാം ഒരു ചടങ്ങുകളായിട്ടും ഒരു മാറ്റമില്ലാതെ നടത്തുന്നത് അപൂർവമാണ്. ആനയോട്ടം എന്നത് ഗുരുവായൂർ ആനയോട്ടം പോലെ ഉള്ള ആനയോട്ടമല്ല. ഇവിടെ ദേവീ ദേവന്മാരാണ് ആനയോട്ടത്തിൽ പങ്കെടുക്കുന്നത്. എല്ലാ ചടങ്ങുകൾ ഒരു മാറ്റമില്ലാതെ ഇങ്ങനെ നടത്തുന്നതിനെ പൂരഭാരവാഹികളെ അഭിനന്ദിച്ചേ പറ്റൂ. ഇതിനെല്ലാം സഹകരിച്ച നാട്ടുകാർക്കും ഒരുപാട് നന്ദി. പൂരം ഇത്ര നന്നായി ആഘോഷിച്ച നാട്ടുകാർക്കും, പൂരം ചടങ്ങുകളൊന്നും മാറ്റമില്ലാതെ, ഒരു ചടങ്ങുകളിൽ മാറ്റമില്ലാതെ അതിഗംഭീരമായി പൂരം നടത്തിയ സംഘാടകർക്ക് അഭിനന്ദനങ്ങൾ. നന്ദി, നമസ്കാരം.